പൊളിറ്റിക്കൽ ചോദ്യം ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു പ്രമുഖമായ സാമുദായിക സംഘടനയുടെ ജനറൽ സെക്രട്ടറി പറയുന്നത് കേരളത്തിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ അത് രമേശ് ചെന്നിത്തലയാണ് എന്നതാണ്. കോൺഗ്രസിലെ ലീഡർഷിപ്പിന് അതൊരു ആഗ്രഹമായി തോന്നുന്നുണ്ടോ? എനിക്ക് എല്ലാ സമുദായ സംഘടനകളുമായും അതിൻ്റെ നേതാക്കന്മാരുമായും നല്ല ബന്ധമാണുള്ളത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എല്ലാവരുമായും എല്ലാ മതസംഘടനകളുമായും എല്ലാ സാമൂഹിക സംഘടനകളുമായും നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവരെല്ലാം സമൂഹത്തിൻ്റെ ഭാഗമാണ്. കോൺഗ്രസിൻ്റെ നയം എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. എല്ലാ സമുദായങ്ങളെയും എല്ലാ സമൂഹങ്ങളെയും എല്ലാ വ്യക്തികളെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. ആ സമീപനമാണ് ഞാൻ KPC പ്രസിഡൻ്റായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ സ്വീകരിച്ചിട്ടുള്ള ആ സമീപനമാണ്. ആ സമീപനം കോൺഗ്രസിൻ്റെ സമീപനമാണ്. അതുകൊണ്ട് ആ സമീപനവുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം നേടണം. അത് കഴിഞ്ഞിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും UDFനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം. മറ്റു കാര്യങ്ങളൊക്കെ അതിനുശേഷം തീരുമാനിക്കപ്പെടേണ്ട കാര്യമല്ല. അതേസമയം ഈ NSSുമായിട്ടുള്ള പിണക്കം മാറ്റുന്നു. തൊട്ടു പിന്നാലെ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം വരുന്നു. അതൊരു നേതൃനിരയിലേക്കുള്ള RCയുടെ ഒരു റീ എൻട്രി ആണോ? അത് നിങ്ങൾ ചെന്നിട്ട് മൈക്ക് വെക്കുമ്പോൾ അവർ പറയുന്നതാണ്. അത് ഓരോ സമയത്ത് നിങ്ങൾ പത്രപ്രവർത്തകർ എന്നുള്ളത് നിങ്ങളുടെ കടമ നിറവേറ്റുന്നു, ഓരോരുത്തരോട് ഞാൻ അഭിപ്രായം ചോദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരുമായും നല്ല ബന്ധം. എനിക്ക് ഹിന്ദു സംഘടനകളുമായും ക്രൈസ്തവ സംഘടനകളുമായും മുസ്ലിം സംഘടനകളുമായും ഒക്കെ പട്ടികജാതി സംഘടനകളുമായും ഒക്കെ എനിക്ക് ഏറ്റവും നല്ല ബന്ധമാണ്. ഈ മാസം 1-ാം തീയതി പതിവ് പോലെ ഞാൻ ഇത്തവണ തിരുവല്ലയിലാണ് ഗാന്ധിഗ്രാം. ഒരു തിരുവല്ലയിലെ പെരിങ്ങര പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിലാണ്, ഒരു പട്ടികജാതി കോളനിയിലാണ് ഇത്തവണത്തെ എൻ്റെ ന്യൂ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുമായി എനിക്ക് നല്ല ബന്ധമാണ്. അതാ ഒരു പൊതുപ്രവർത്തകന് കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുമായി നല്ല ബന്ധം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അത് കോൺഗ്രസിൻ്റെ നയസമീപനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ള നയമാണ് ഞാൻ സ്വീകരിക്കുന്നത്. ശ്രദ്ധേയമായൊരു കാര്യം, ഇവരാരും പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നില്ല, RCയാണ് വിളിക്കുന്നത്. അല്ല, ആരെ വിളിക്കണമെന്ന് ഇപ്പം നമ്മളല്ലോ തീരുമാനിക്കുന്നത്, അത് അവരാണ് തീരുമാനിക്കുന്നത്. ഏതായാലും എന്നെ NSSൻ്റെ പരിപാടിയിൽ വിളിച്ചു, എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കും. അത് മന്ദൻ ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായും അത് അഭിമാനകരമായൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഈ പ്രതിപക്ഷ നേതാവിന് ഈ എന്തെങ്കിലും ആ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് എന്തെങ്കിലും അതൃപ്തിയുണ്ടോ? കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, നേതൃത്വമാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് അതല്ലേ, നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ പാർട്ടിയാണ്. പക്ഷേ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമുക്കാർക്കും വിലക്കാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല. സ്ഥാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ 4 വർഷമായി എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥാനവുമില്ല. ഈ 4 വർഷവും ഞാൻ ജനങ്ങളുമായും ജനങ്ങളുടെ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നാളെയും അത് തന്നെ ഞാൻ തുടരും. അതിന് സ്ഥാനമാനങ്ങൾക്കൊന്നും ആവശ്യമില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേക സ്ഥാനം ആവശ്യമില്ല. ജനങ്ങളുടെ പ്രവർത്തിക്കും.